പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യ ചരിത്ര മേഖലയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീവ്ര ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ്. നമുക്ക് കൂടുതൽ സമയം കളയാതെ ക്ലാസ്സിലേക്ക് തന്നെ പ്രവേശിക്കാം. തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളും കുറച്ച് അനുബന്ധ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 1923 വരെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടും 1924 ശേഷമുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാം, 1924 പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗാന്ധിജി ബെൽഗാം സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, 1924 ബെൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷ പദവി അലങ്കരിച്ച ഏക കോൺഗ്രസ് സമ്മേളനം. തീവ്ര ദേശീയതയുമായിട്ട് ബന്ധമില്ല, ജസ്റ്റ് 24 എന്ന് പറഞ്ഞ വർഷം പറഞ്ഞു പോയപ്പോൾ നമ്മളത് പറയാതെ അല്ലെങ്കിൽ ഉപേക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, 1924 രൂപം കൊണ്ട വിപ്ലവ സംഘടനയാണ്, തീവ്ര വിപ്ലവ സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HRA എന്ന് ചുരുക്കി പറയും. സ്ഥാപകൻ സജീന്ദ്ര സന്യാൽ. ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് കാൺപൂരിൽ വെച്ചാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓർക്കുക, പ്രധാനപ്പെട്ട മറ്റു നേതാക്കന്മാരും ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയണം. ഒന്ന് യോഗേഷ് ചന്ദ്ര ചാറ്റർജി, റാം പ്രസാദ് ബിസ്മൽ, പ്രതുൽ ഗാംഗുലി, നരേന്ദ്ര മോഹൻ സെൻ തുടങ്ങിയ വിപ്ലവകാരികൾ HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണെന്ന് ഓർത്തു വെച്ചേക്കുക. പ്രധാനമായിട്ടും HRA എന്ന് പറഞ്ഞ വിപ്ലവ സംഘടനയുടെ ലക്ഷ്യം, അതായത് എന്ത് ചെയ്യുക, യുവജനങ്ങളെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകും. എപ്പോഴും ഈ വിപ്ലവകരമായ ആശയങ്ങൾ പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന വിഭാഗം യുവാക്കളും യുവതികളും തന്നെയാണ്. പ്രത്യേകിച്ച് അക്കാലഘട്ടത്തിൽ കൂടുതലും യുവാക്കളായിരുന്നു. ഈ വിപ്ലവ സംഘടനയിൽ നിരവധി ചെറുപ്പക്കാരായ യുവാക്കളായ ആൾക്കാർ അംഗത്വം സ്വീകരിക്കുകയും ശക്തമായ ഒരു വിപ്ലവ സംഘടനയായി മാറുകയും ചെയ്തു. ഈ HRA എന്ന് പറയുന്ന വിപ്ലവ സംഘടനയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഭവമാണ് 1924 നടന്ന കാക്കോരി ട്രെയിൻ കൊള്ള. എന്താണ് കാക്കോരി ട്രെയിൻ കൊള്ള? അത് നേരെ അതറിയണമെങ്കിൽ 25 പോകണം. 1925, അതായത് സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കാൻ HRAയുടെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രവർത്തകർ നടത്തിയ ശ്രമമാണ് കാക്കോരി ട്രെയിൻ കൊള്ള എന്നറിയപ്പെടുന്നത്. ആ സംഭവം നടന്ന ഓഗസ്റ്റ് മാസം 29 ഓർത്തു വെച്ചേക്കുക. 1925 ഓഗസ്റ്റ് 29 സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോയ പണം എന്ത് ചെയ്യുന്നു, കൊള്ളയടിക്കാൻ HRAയുടെ പ്രവർത്തകർ നടത്തിയ ശ്രമം. ഇതിന്റെ ഭാഗമായി ഗാർഡ് റൂമിലുണ്ടായിരുന്ന ഈ പണം അപഹരിക്കാനുള്ള ശ്രമത്തിനിടയിൽ സാധാരണക്കാരനായ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെടുന്നു. അതിനെ തുടർന്ന് നിരവധി ആൾക്കാരെ ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് HRAയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. പലരെയും പലതരത്തിലുള്ള ശിക്ഷാവിധിക്ക് വിധേയമാക്കുന്നു. അതിനകത്ത് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരികൾ വരെയുണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക. അങ്ങനെ കാക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി തൂക്കിലേറ്റപ്പെട്ട പ്രധാനപ്പെട്ട വിപ്ലവകാരികളായിരുന്നു ഒന്ന് റാം പ്രസാദ് ബിസ്മൽ, രാജേന്ദ്ര ലാഹിരി, അഷ്ഫാഖ് ഉള്ള ഖാൻ. ഇതിൽ ഓർക്കേണ്ട കാര്യം, അഷ്ഫാഖ് ഉള്ള ഖാനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയായ ആദ്യ മുസൽമാൻ എന്നറിയപ്പെടുന്നയാളാണ് ആര്? അഷ്ഫാഖ് ഉള്ള ഖാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ അഷ്ഫാഖ് ഉള്ള ഖാൻ പറഞ്ഞ ചില വാക്കുകൾ എന്താണ്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണ് എന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ദേശീയ വിപ്ലവകാരിയായിരുന്ന കാക്കോരി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ ഉടനെ പറഞ്ഞ മനോഹരമായ രാജ്യസ്നേഹം തുളുമ്പുന്ന വാക്കുകളായിരുന്നു അഷ്ഫാഖ് ഉള്ള ഖാന്റെ നാവുകളിൽ നിന്നും ഉണ്ടായതെന്ന് ഓർക്കുക. ഇതേ സമയത്ത് എപ്പോഴും ഏതൊരു കലാപത്തിനും തുടക്കമിടുകയും അവസാനം പിടികൊടുക്കാതെ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുമായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിപ്ലവകാരിയാണ് ചന്ദ്രശേഖർ ആസാദ്. ഈ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും ഏതൊരു വിപ്ലവ അക്കാലഘട്ടത്തിലുണ്ട്, അതിനകത്ത് ചന്ദ്രശേഖർ ആസാദിന്റെ കയ്യൊപ്പില്ലാത്തൊരു കലാപം ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ
അവന്റെ വിപ്ലവം നടത്തുക, ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ഒരു ഒറ്റ മുങ്ങുക. അവസാന സമയത്ത് പോലും അദ്ദേഹത്തെ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ഒളിച്ചിരിക്കുന്ന സമയത്താണ്, ഒരു പാർക്കിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവസാനം തന്നെ പിടികൂടും, തന്നെ വധിക്കും എന്നുറപ്പായ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റളിന്റെ അവസാനത്തെ വെടിയുണ്ട തനിക്ക് നേരെ തന്നെ ഉതിർത്ത് മരണപ്പെട്ടുപോയ ധീരനായ മറ്റൊരു വിപ്ലവകാരിയായിരുന്നു ആരെന്നോർക്കുക, ചന്ദ്രശേഖർ ആസാദ് എന്നോർക്കുക. അപ്പോൾ HRAയുടെ സ്ഥാപകൻ സജീന്ദ്ര സന്യാലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സജീന്ദ്ര സന്യാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങളിലൊന്നാണ് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബന്ദി ജീവൻ. ഇപ്പൊ ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ബന്ദി ജീവൻ. അതിന്റെ രചയിതാവും സജീന്ദ്ര സന്യാൽ ആയിരുന്നു. ബന്ദി ജീവന്റെ രചയിതാവ് സജീന്ദ്ര സന്യാലാണ്. ഇനി പ്രധാനപ്പെട്ട വിപ്ലവകാരികളുടെ പേര് പറയുമ്പോൾ നമുക്ക് എന്തായാലും ആരെപ്പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ല, ഭഗത് സിംഗ്. ഓർക്കേണ്ട കാര്യം, HRA എന്ന് പറഞ്ഞ സംഘടനയിൽ 1920 അംഗമായ യുവാക്കളിൽ ഒരാളായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഭഗത് സിംഗ്. ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞ അല്പം മുമ്പേ നമ്മൾ പറഞ്ഞ വിപ്ലവകാരിയുടെ പ്രചോദനത്താലാണ് ഭഗത് സിംഗ് 1924 HRAയുടെ പ്രവർത്തകനായി മാറുന്നത്. എന്തായാലും അദ്ദേഹത്തെ പറ്റിയുള്ള, നമ്മുടെ ഭഗത് സിംഗിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്നറിയാം. 1907 സെപ്റ്റംബർ മാസം 28 പഞ്ചാബിലെ ലേർപൂർ ജില്ലയിലെ ബംഗ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ സർദാർ കിഷൻ സിംഗ് സദ്ദുവിന്റെയും വിദ്യാവതിയുടെയും മകനായി ജനനം. ഓർക്കുക, വർഷം, മാസം, തീയതി, സ്റ്റേറ്റ്മെന്റ് കണക്കുള്ള അതിനകത്ത് വരാം. 1907 സെപ്റ്റംബർ 28 ഭഗത് സിംഗിന്റെ ജനനം. ജന്മസ്ഥലം ബംഗ എന്ന ഗ്രാമം. പിതാവ് സർദാർ കിഷൻ സിംഗ് സദ്ദു, മാതാവ് വിദ്യാവതി. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഭഗത് സിംഗിനെ സ്വാധീനിച്ച ഒരു വിപ്ലവ സംഘടനയായിരുന്നു 1913 രൂപം കൊണ്ട ഗദ്ദർ പാർട്ടി. അപ്പം ഭഗത് സിംഗിനെ പ്രധാനമായും കുട്ടിക്കാലത്ത് ആകർഷിക്കപ്പെട്ട വിപ്ലവ സംഘടനയാണ് ലാല ഹർദയാൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട വിപ്ലവ സംഘടനയായ ഗദ്ദർ പാർട്ടി. എന്തൊക്കെയാലും ശരി, ഭഗത് സിംഗിന് 12 വയസ്സായിരിക്കുന്നു. ആ ഏകദേശം 12 വയസ്സുള്ളപ്പോഴാണ് ഭാരതത്തിലെ അതിദാരുണമായ ഒരു സംഭവം 1919 ഉണ്ടായത്. 1919 ഉണ്ടായ ആ അതിദാരുണമായ സംഭവം ഏതെന്ന് പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ആ സംഭവം വന്നു കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അല്ലെങ്കിൽ അമൃത്സറിൽ നടന്ന ആ കൂട്ടക്കൊല, ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറുത്ത ദിനമെന്ന് വിശേഷിപ്പിക്കുന്ന ആ ദിനത്തിലുണ്ടായ കൂട്ടക്കൊല, ഇത് പലരെയും വളരെ വേദനാജനകമായ രീതിയിൽ സ്വാധീനിച്ചതുപോലെ തന്നെ ഭഗത് സിംഗിനെ സ്വാധീനിച്ച ചരിത്ര സംഭവങ്ങളിൽ ഒന്നായി മാറുന്നു ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുള്ള വെറുപ്പ്, അല്ലെങ്കിൽ വിരോധം, അല്ലെങ്കിൽ വൈരാഗ്യം, ശത്രുത, വിദ്വേഷം ഏറി വന്നു കൂടി വരാൻ കാരണമായ സംഭവമായി മാറി. കൂടാതെ പല വിപ്ലവ സംഘടനയുടെ, പ്രത്യേകിച്ചും ഗദ്ദർ പാർട്ടി എന്ന് പറഞ്ഞ വിപ്ലവ സംഘടനയുടെ പ്രചോദനവും ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. എന്തായാലും അന്നത്തെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രമുഖനായ, സമരത്തെ നയിക്കുന്ന പ്രമുഖനായ ഗാന്ധിജിയിൽ ആകൃഷ്ടനായി ഗാന്ധിജി നടത്തിയ നിസ്സഹകരണ സമരത്തിൽ പോയി ഇദ്ദേഹം അംഗമാകുന്നു, ഭാഗമാകുന്നു. ഓർക്കുക, കേവലം 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണെന്ന് നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ ആ സമയത്ത് എങ്ങനെ നടന്നു, ഇപ്പോൾ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ആ വിപ്ലവകാരിയായ ഭഗത് സിംഗ് ചെറുപ്രായത്തിൽ തന്നെ നിസ്സഹകരണ സമരത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ, നമ്മൾ പഠിച്ചിട്ടുള്ള അതിദാരുണമായ സംഭവം ഉണ്ടല്ലോ, ചൗരി ചൗര സംഭവം 1922. ഈ ചൗരി ചൗര സംഭവത്തിന്റെ പേരിൽ അഹിംസാത്മകമായ സമരരീതി പിന്തുടർന്ന, നോൺ വയലൻസ് എന്ന് പറഞ്ഞ സമരരീതിക്ക് വയലേറ്റായി നിന്നുകൊണ്ട് ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നു, നിസ്സഹകരണ സമരം നിർത്തിവെക്കേണ്ട സംഭവം ഉണ്ടായി. സ്വാഭാവികമായിട്ടും മഹാത്മാഗാന്ധിയിലും നിസ്സഹകരണ സമരത്തിലുള്ള വിശ്വാസം അദ്ദേഹം നഷ്ടപ്പെടുകയും ഒരിക്കലും അഹിംസാപരമായ മാർഗങ്ങളിലൂടെ സമരം നേടിയെടുക്കാൻ പറ്റത്തില്ല എന്ന ഉറച്ച തീരുമാനം മനസ്സിലുണ്ടാവുകയും എപ്പോഴും ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ആയുധ കലാപമാണ്. ആയുധമെടുത്തുകൊണ്ട്, തോക്കെടുത്തുകൊണ്ട് നമ്മൾ പോരാടിയെങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ എന്ന ഈ ചെറുപ്പക്കാരനായ യുവാവായ വിപ്ലവകാരുടെ മനസ്സിൽ കയറി കഴിഞ്ഞിരുന്നു. അപ്പോൾ യുവാവെന്ന് പോലും പറയാൻ പറ്റാത്തില്ല, ചെറുപ്രായമാണ്. എന്തൊക്കെയായാലും ശരി, 1926
ഭഗത് സിംഗ് ഒരു പ്രധാനപ്പെട്ട വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ്, മറക്കാൻ പാടുള്ളതല്ല. ആ 26-ൽ ഭഗത് സിംഗ് രൂപീകരിച്ച സംഘടനയുടെ പേര് നിങ്ങൾ ഓർക്കുക, പഞ്ചാബ് നവജവാൻ ഭാരത് സഭ. നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. പഞ്ചാബ് നവജവാൻ ഭാരത സഭയ്ക്ക് ആര് രൂപം കൊടുക്കുന്നു? ഭഗത് സിംഗ് രൂപം കൊടുക്കുന്നു. അത് കൂടാതെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ടെണ്ണമാണ്. ഒന്ന് കീർത്തി കിസാൻ പാർട്ടി, രണ്ട് ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ. അപ്പൊ കീർത്തി കിസാൻ പാർട്ടിക്കും ലാഹോർ സ്റ്റുഡൻസ് യൂണിയനും ആര് രൂപം കൊടുക്കുന്നു? ഭഗത് സിംഗ്. അപ്പം പഞ്ചാബ് നവജവാൻ ഭാരത സഭ എന്ന് ഓർക്കുക, കീർത്തി കിസാൻ പാർട്ടിയെ ഓർക്കുക, ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ ഓർക്കുക. ഇതെല്ലാം കേൾക്കുമ്പോൾ ആരുടെ പേര് മനസ്സിൽ വരിക? ഭഗത് സിംഗിന്റെ പേര് മനസ്സിൽ വരിക. എന്തൊക്കെയാലും ശരി, ഭഗത് സിംഗിന് മറ്റു ചില തുലികാനാമങ്ങൾ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഭഗത് സിംഗ്, വിദ്രോഹി ഭഗത് സിംഗ്, ബൽവന്ത് ഭഗത് സിംഗ് എന്നീ തൂലികാനാമങ്ങൾ ഉപയോഗിച്ച വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. എന്തൊക്കെയാലും ശരി, 1924-ൽ രൂപം കൊണ്ട HRIയുടെ പ്രവർത്തനം പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങി. കാര്യം നമ്മൾ പഠിച്ചു, കാക്കോരി ട്രെയിൻ ഗൂഢാലോചന പേരിൽ വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പലരെയും അറസ്റ്റ് ചെയ്യുകയും പലരെ തടങ്കലിലാക്കുകയും ചിലരെ തൂക്കിലേറ്റുകയും ചെയ്ത ചരിത്രം നമ്മൾ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും ഈ HRIയുടെ പ്രവർത്തനം ഒന്ന് ശിഥിലീകരിക്കപ്പെട്ടു. എന്നാൽ 1928 ആയപ്പോൾ ആ തകരാൻ അല്ലെങ്കിൽ നശിക്കാൻ തുടങ്ങിയിരുന്ന HRI എന്ന് പറഞ്ഞ സംഘടനയിൽ കുറച്ച് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഉൾപ്പെടുത്തി. അതിനകത്ത് 1928 ആയപ്പോൾ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് HRI HSRA ആക്കി മാറ്റി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാക്കി മാറ്റി സ്ഥാപിക്കുന്നു. ഈ സംഘടന പ്രവർത്തനം ശക്തമായ രീതിയിൽ നടക്കുമ്പോഴാണ് 1927 നിയമിക്കപ്പെട്ട സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലെത്തുന്നു. ആ സൈമൺ കമ്മീഷനെ പറ്റി ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. ഈ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനം നയിക്കുന്ന പ്രമുഖനായ അന്നത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ ചിന്താ രീതി ഉണ്ടായിരുന്ന എന്നുവെച്ചാൽ ലാലാ ലജപത് റായ് എന്ന് പറഞ്ഞ ധീരനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരിയായ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജപത് റായുടെ നേതൃത്വത്തിൽ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം നയിക്കുന്നു. സൈമൺ കമ്മീഷൻ ഗോബാക്ക് എന്ന മുദ്രാവാക്യം മുഖരിതമായി ലാലാ ലജപത് റായുടെ നേതൃത്വത്തിൽ. ഈ സമയത്ത് എന്തു പറ്റി? ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് സ്കോട്ട് എന്ന് പറഞ്ഞ വ്യക്തി ലാലാ ലജപത് റായെ ക്രൂരമാംവിധം തല്ലിച്ചതയ്ക്കുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരും സാൻഡേഴ്സൺ അല്ലയോ എന്ന് വരും. അല്ല, ഈ SCRTയിൽ സാൻഡേഴ്സൺ ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഉത്തരം സാൻഡേഴ്സൺ അല്ല, മേജർ സ്കോട്ട്, ജെയിംസ് സ്കോട്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ ലാലാ ലജപത് റായെ ക്രൂരമാംവിധം തല്ലിച്ചതച്ചു. അതേ തുടർന്ന് ആര് മരണപ്പെടുന്നു? ഈ പറഞ്ഞ നമ്മുടെ കഥാനായകനായ ലാലാ ലജപത് റായ് മരണപ്പെടുന്നു. ലാലാ ലജപത് റായ് മരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന് കാരണക്കാരനായ ഈ ലാലാ ലജപത് റായുടെ മരണത്തിന് കാരണക്കാരനായ സ്കോട്ടിനെ വധിക്കാൻ ആര് പദ്ധതിയിട്ടു? ഭഗത് സിംഗും കൂട്ടരും പദ്ധതിയിട്ടു. ആ പദ്ധതി അറിയപ്പെടുന്നത് ഓർക്കുക, ലാഹോർ ഗൂഢാലോചന കേസ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ സ്കോട്ട് വരാറുള്ള മാർഗങ്ങൾ, വഴികളെല്ലാം മനസ്സിലാക്കുന്നു ഈ വിപ്ലവകാരികൾ. അങ്ങനെ ഇവർ പലരും ഒളിച്ചിരിക്കുന്നു. വധിക്കാനുള്ള, വെടിവെക്കാനുള്ള ദൗത്യം ഭഗത് സിംഗ് ഏറ്റെടുക്കുന്നു. എന്നാൽ അന്ന് ഈ പറഞ്ഞ മേജർ സ്കോട്ടിന്റെ സ്ഥാനത്ത് ഇറങ്ങി വന്നത് കാരണത്തുണ്ടായിരുന്നത് അന്ന് സാൻഡേഴ്സൺ ആയിരുന്നു. അങ്ങനെ വിപ്ലവകാരികൾ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ സ്കോട്ടിന് പകരം ആള് മാറി സാൻഡേഴ്സനെ എന്ത് ചെയ്യുന്നു? അബദ്ധത്തിൽ വധിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഈ വധത്തെ തുടർന്ന് ഭഗത് സിംഗ് രക്ഷപ്പെടുകയാണ്. ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെട്ടു. ഒളിവിലായിരുന്ന ഭഗത് സിംഗും കൂട്ടരോടെ ചേർന്നുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലെത്തുന്നു. 1929 പബ്ലിക് സേഫ്റ്റി ബിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകളെ, സോഷ്യലിസ്റ്റുകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണെന്ന് മനസ്സിലാക്കിയ ഈ വിപ്ലവകാരികൾ ഒരു തീരുമാനത്തിലെത്തി. അന്ന് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ബില്ല് പാസ്സാക്കുന്ന അവസരത്തിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക? ബോംബെറിയണം, ബധിരരെ കണ്ണു തുറപ്പിക്കണം എന്ന മുദ്രാവാക്യം ഒരു പേപ്പറിനകത്തൊക്കെ എഴുതി സേഫാക്കി വെച്ചു. ബോംബും ഉണ്ട്. ആ ദൗത്യം ഏറ്റെടുത്ത രണ്ടുപേർ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. ബോംബെറിയാനുള്ള ദൗത്യം ഏറ്റെടുത്തു ഭഗത് സിംഗും BK ദത്തും. വിതൽ ഭായ് പട്ടേൽ ഈ പറഞ്ഞ ബില്ല് അവതരിപ്പിക്കുന്ന ഉടനെ തന്നെ ഭഗത് സിംഗും കൂട്ടരും ബതുകേശ്വർ ദത്തും നടുത്തളത്തിൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ബോംബെറിയുന്നു. അവിടെയെല്ലാം ലഘുലേഖകൾ വിതറുന്നു. ബധിരരെ കണ്ണു തുറപ്പിക്കുക, ചെവി തുറപ്പിക്കുക,
തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടി ഇത് എറിയുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ രണ്ടുപേരെയും കാര്യം പിടികൊടുക്കണമെന്ന ഉദ്ദേശം തന്നെയുണ്ട്. ഭഗത് സിംഗിനെയും BK ദത്തിനെയും ബ്രിട്ടീഷുകാർ അവിടെ വെച്ച് പിടികൂടുന്നു. പിന്നെ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന മറ്റൊളിവിൽ പോയിരുന്ന പല വിപ്ലവകാരികളെയും പല സ്ഥലത്തു നിന്നും നേരത്തെ രക്ഷപ്പെട്ട വിപ്ലവകാരികളെയെല്ലാം ബ്രിട്ടീഷുകാർ പിടികൂടുന്നു. എന്നിട്ട് വിചാരണ ചെയ്യുന്നു. അപ്പം ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ 1930 തൂക്കിലേറ്റാൻ വിധിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഈ വിപ്ലവകാരികൾ ജനകീയരായി മാറിക്കഴിഞ്ഞിരുന്നു. ജനഹൃദയങ്ങളിൽ ആഴത്തിലെത്തിക്കഴിഞ്ഞിരുന്നു ഈ ചെറുപ്പക്കാർ. സ്വാഭാവികമായിട്ടും ഗാന്ധിജിയുടെ ജനങ്ങൾ പറഞ്ഞു, ഇതിൽ അങ്ങ് ഇടപെടണം. അങ്ങനെ ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിക്കൊല്ലരുത്, തൂക്കിലേറ്റരുത് എന്ന് ഗാന്ധിജി അഭ്യർത്ഥിക്കുന്നു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിൻ്റെ ഇടയ്ക്ക്. ഇർവിൻ പ്രഭു പറഞ്ഞു, അല്ലയോ ഗാന്ധിജി, നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലയോ എൻ്റെ ഇടയ്ക്ക് വന്ന് ഇത് ചോദിക്കാൻ? നിങ്ങൾ നോൺ വയലൻസിന്റെ ആളല്ലയോ? നിങ്ങൾ അഹിംസാവാദിയല്ലയോ? ഇവർ ചെയ്ത പ്രവർത്തികൾ നിങ്ങൾക്കറിയാമോ? ഹിംസാത്മകമായ സമരീതിയല്ലേ ഇവർ ചെയ്തേ? ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് നാണമില്ലയോ ഗാന്ധിജി? അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ആ ഒരു പറച്ചിലിൻ്റെ എന്ത് ചെയ്തു, ശക്തി കുറച്ചു. പിന്നെ അധികം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഗാന്ധിജി ഇതിനെ തുടർന്ന് പങ്കെടുത്ത പല വേദികളിലും ഗാന്ധിജിക്കെതിരെ മുദ്രാവാക്യങ്ങളും കരിങ്കൊടി പ്രകടനങ്ങളും ഉണ്ടായി എന്നുള്ളതും ചരിത്രം പറയുന്നു. എന്തൊക്കെയാലും ശരി, 1931 മാർച്ച് മാസം 24 രാവിലെ 6 മണിക്ക് ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഓർക്കുക, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് 31 മാർച്ച് 23 അത് ശരി തന്നെ. പക്ഷെ തീരുമാനം മാർച്ച് 24 രാവിലെ 6 മണിക്കായിരുന്നു. പക്ഷേ ജയിൽ അധികൃതർ മനസ്സിലാക്കി, ജയിലിൽ മിക്കവാറും ഉടനെ തന്നെ ജയിലിനെതിരെ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് 1931 മാർച്ച് 24 എന്നുള്ളത് 1931 മാർച്ച് 23 വൈകുന്നേരം 7 മണിക്കാക്കി മാറ്റുന്നു. അങ്ങനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവിനെ എന്ത് ചെയ്യുന്നു, തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുവരുന്നു. 3 പേരുടെയും മുഖത്ത് കറുത്ത തുണിയിടുന്നു. വലിച്ചു കളഞ്ഞിട്ട് ഭഗത് സിംഗ് പറഞ്ഞു, എന്തിന് ഞങ്ങളുടെ ശിരസിൽ തുണിയിടുന്നു, കറുത്ത തുണിയിടുന്നു? ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല, ഞങ്ങൾക്ക് ഭീരുക്കളല്ല, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഭീരുക്കളുടെ മുഖത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കറുത്ത തുണിയിടുക. എന്നിട്ട് ഭഗത് സിംഗ് അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇൻഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്. ആ മുദ്രാവാക്യം ജയിലിനുള്ളിൽ മാത്രമല്ല, ആ പ്രദേശത്തെമ്പാടും പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഉച്ചത്തിലുള്ള മുദ്രാവാക്യമായി മാറുന്നു ഭഗത് സിംഗിന്റെ മുദ്രാവാക്യം. ജയിലിൽ ഉണ്ടായിരുന്നവരും കേട്ടുനിന്നവരുമെല്ലാം ഇംഗ്ലീഷുകാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഇത് ഏറ്റുവിളിച്ചു. അങ്ങനെ എന്തൊക്കെയായാലും ശരി, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നീ 3 പേരെയും തൂക്കിലേറ്റുന്നു. എന്തായാലും ഈ തൂക്കിലേറ്റിന് ശേഷം ഈ സമയത്ത് ഇതറിഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ വരുന്നു. ഈ സമയത്ത് ജയിലിന്റെ അപ്പുറത്തെ സൈഡ് മതിൽ പൊളിച്ച് ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും മൃതശരീരം കൊണ്ടുപോയി സത്ലജ് നദിക്കരയിൽ കത്തിക്കുന്നു. കത്തിക്കുന്ന സമയത്ത് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആൾക്കാർ ഇതറിഞ്ഞു, ആ പ്രദേശത്തെത്തുന്നു. പാതിബന്ധ ശരീരം ഇട്ടിട്ട് ബ്രിട്ടീഷുകാർ തിരിച്ചു പോകുന്നു, സൈന്യം പോകുന്നു. ഈ പാതിബന്ധ ശരീരവുമായി ആ പ്രദേശത്തെമ്പാടും ചുറ്റുന്നു. കാര്യം അത്രയ്ക്ക് ജനകീയനായി മാറിക്കഴിഞ്ഞിരുന്നു ഭഗത് സിംഗ്. എന്തൊക്കെയാലും ശരി, ഇവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടാണെന്ന് വെച്ചാൽ പഞ്ചാബിലെ ഹുസൈനി വാലി സ്മാരകത്തിലാണ് ഈ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് ഓർക്കുക. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഭഗത് സിംഗ് ചൗക്കിലാണ്. ഇനി ഭഗത് സിംഗിന്റെ മൃതശരീരം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയിൽ എക്കാലവും തൂങ്ങി നിൽക്കും എന്ന് പ്രസ്താവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. ഭഗത് സിംഗിന്റെ മൃതശരീരം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയിൽ എക്കാലവും തൂങ്ങി നിൽക്കും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഭഗത് സിംഗിന്റെ വിഖ്യാത ഗ്രന്ഥം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, വൈ അയാമാൻ എത്തിസ്റ്റ്, എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി എന്ന പുസ്തകത്തിന്റെ രചയിതാവാരെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ് ആണ്. ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ഭഗത് സിംഗ് ആണ്, അല്ലെങ്കിൽ ആദ്യമായി വിളിച്ച വ്യക്തി ഭഗത് സിംഗ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. എന്നാൽ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ PSC പരീക്ഷയിൽ പലപ്പോഴും വന്നിട്ടുള്ളത് മുഹമ്മദ് ഇക്ബാൽ എന്ന ആളാണ്. മുഹമ്മദ് ഇക്ബാൽ, നമുക്കെല്ലാം സുപരിചിതനായ മുഹമ്മദ് ഇക്ബാലിന്റെ ആൻസറാണ് പലപ്പോഴും വന്നിട്ടുള്ളെങ്കിലും യഥാർത്ഥത്തിൽ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മൗലാന ഹസ്രത്ത് മൊഹാനി. ഭഗത് സിംഗിന്റെ 2 ഉദ്ധരണികൾ നമുക്ക് നോക്കാം. ബോംബ് കൊണ്ടും തോക്ക് കൊണ്ടും വിപ്ലവം വരില്ല, വിപ്ലവത്തിന്റെ വാൾ ആശയത്തിന്റെ ഉരകല്ലിൽ മൂർച്ചയേറപ്പെടേണ്ടതുണ്ട്. ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ഭഗത് സിംഗിന്റെ വാക്കുകളാണ്. ബോംബ് കൊണ്ടും തോക്ക് കൊണ്ടും വിപ്ലവം വരില്ല, വിപ്ലവത്തിന്റെ വാൾ ആശയത്തിന്റെ ഉരകല്ലിൽ
മൂർച്ചയേറപ്പെടേണ്ടതുണ്ട്. ഭഗത് സിംഗിന്റെ വാക്കുകൾ. അടുത്ത നോക്കുക, ബധിരർക്ക് കേൾക്കണമെങ്കിൽ ശബ്ദം വളരെ ഉച്ചത്തിലായിരിക്കണം. ബധിരർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ശബ്ദം വളരെ ഉച്ചത്തിലായിരിക്കണം. ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ആരുടെ വാക്കുകൾ തന്നെ? ഭഗത് സിംഗിന്റെ വാക്കുകളാണ്. ഭഗത് സിംഗിന്റെ വാക്കുകൾ. ഇപ്പൊ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് 7 അംഗങ്ങൾ അടങ്ങിയ ഒരു ഇന്ത്യൻ ഭരണഘടനാ കമ്മീഷനെ നിയമിക്കുന്നു. അപ്പൊ ഈ കമ്മീഷനെ നിയമിക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയ മൊണ്ടേഗു ചെംസുയുടെ ഭരണപരിഷ്കാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കൊണ്ട് ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സൈമൺ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം അന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. 10 കൊല്ലങ്ങൾക്ക് ശേഷം ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ട് പഠനം നടത്തുമെന്ന് 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ ഇങ്ങനൊരു കമ്മീഷനെ നിയമിക്കാൻ പോകുന്നു എന്നറിഞ്ഞുടനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഈ കമ്മീഷനകത്ത് ആരെയും കൂടെ ഉൾപ്പെടുത്തണം, ഇന്ത്യക്കാരെയും കൂടെ ഉൾപ്പെടുത്തണം. ബ്രിട്ടീഷുകാരൊക്കെ പറഞ്ഞു. എന്നാൽ ഇങ്ങനൊരു കമ്മീഷനെ ഉൾപ്പെടുത്തിയ സമയത്ത് മൊത്തം 7 പേരുണ്ടായിരുന്നു, ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ ചെയർമാൻ സർ ജോൺ സൈമൺ എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ്. അതുകൊണ്ട് ചരിത്രത്തിൽ ഈ കമ്മീഷൻ സൈമൺ കമ്മീഷൻ എന്നറിയപ്പെട്ടു. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, വൈറ്റ് മെൻ കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന കമ്മീഷൻ സൈമൺ കമ്മീഷൻ തന്നെയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് 19 മൊണ്ടേഗു ചെംസുയുടെ ഭരണപരിഷ്കാരങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങൾക്കുള്ള ശുപാർശകൾ സമർപ്പിക്കുകയായിരുന്നു സൈമൺ കമ്മീഷന്റെ ജോലി. 7 അംഗങ്ങളുണ്ട്, ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ല. സ്വാഭാവികമായിട്ടും 1927 MA അൻസാരിയുടെ നേതൃത്വത്തിൽ നടന്ന കോൺഗ്രസിന്റെ മദ്രാസ് സമ്മേളനം സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ എല്ലാ ഘട്ടത്തിലും അതിനെ ബഹിഷ്കരിക്കണം എന്നൊരു തീരുമാനത്തിലെത്തി. 27 നിയമിക്കപ്പെട്ട കമ്മീഷൻ എന്ന് ഇന്ത്യയിൽ വരുന്നോ അതിനെതിരെ എന്ത് ചെയ്യണം? പ്രക്ഷോഭം സംഘടിപ്പിക്കണം എന്നതായി തീരുമാനം. അങ്ങനെ ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തു. അന്നത്തെ പ്രധാനപ്പെട്ട 2 സംഘടനകളാണ് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും. അവരും INCയുടെ തീരുമാനത്തിൽ ഉറച്ചു. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ജസ്റ്റിസ് പാട്രിക് പോലുള്ള ഗ്രൂപ്പുകളും പഞ്ചാബ് യൂണിറ്റുകളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്നു. അപ്പം അതേസമയം ദക്ഷിണേന്ത്യയിലെ ജസ്റ്റിസ് പാർട്ടി പോലുള്ള 1928 ഇന്ത്യയിൽ വരുമ്പോൾ ഇതിനെ ബഹിഷ്കരിക്കാൻ ഒരു കൂട്ടർ തീരുമാനിക്കുമ്പോൾ എന്നാൽ ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല എന്ന് ജസ്റ്റിസ് പാർട്ടിയും പഞ്ചാബ് യൂണിയനിസ്റ്റുകളും തീരുമാനിക്കുന്നു. എന്തായാലും 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി സൈമൺ കമ്മീഷൻ ബോംബെയിലെത്തുന്നു. രാജ്യത്തെമ്പാടും ഹർത്താലുകൾ, കരിങ്കൊടി പ്രകടനങ്ങൾ, മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ ഗോ ബാക്ക്, സൈമൺ കമ്മീഷൻ ഗോ ബാക്ക്. യൂസഫ് അലിയുടെ പ്രസിദ്ധമായ മുദ്രാവാക്യം തെരുവോരങ്ങളിൽ, നഗരങ്ങളിൽ, പ്രാന്തപ്രദേശങ്ങളിൽ എല്ലാം മുഖരിതമായി ആവേശത്തിൽ ജനങ്ങൾ ഏറ്റുവിളിക്കുന്നു സൈമൺ കമ്മീഷൻ ഗോ ബാക്ക്. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ലാലാ ലജപത് റായ്. ബ്രിട്ടീഷ് പട്ടാളക്കാർ ക്രൂരമാംവിധം ലാത്തി ചാർജിന് വിധേയനാക്കി ലാലാ ലജപത് റായിയെ, നേതാവിനെ തന്നെ. അടിയേറ്റ് വീണ ലാലാ ലജപത് റായ് ബ്രിട്ടീഷ് പട്ടാളക്കാരനായ മേജർ സ്കോട്ടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകൾ: നിങ്ങൾ എന്റെ ശരീരത്തടിക്കുന്ന ഓരോ അടിയും നിങ്ങൾ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് അണിയടിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ എന്റെ ശരീരത്തടിക്കുന്ന ഓരോ അടിയും നിങ്ങൾ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് അണിയടിക്കുന്നതിന് തുല്യമാണ്. മനോഹരമായ ലാലാ ലജപത് റായ് വാക്കുകൾ. പക്ഷെ പിന്നീട് അതിമനോഹരമായി തോന്നിയില്ല. കാര്യം അടിയേറ്റ് ആര് വീണ്? ലാലാ ലജപത് റായ് വീണ്. അതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? 1928 നവംബർ 17 ഈ ക്രൂരമായ ലാത്തി ചാർജിനെ തുടർന്ന് മരണപ്പെടുന്നു. പ്രതിഷേധങ്ങൾ വകവെക്കാതെ സൈമൺ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു. 30 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. 1928 വീണ്ടും വരുന്നു നമ്മൾ. അന്നൊരു പ്രധാനപ്പെട്ട നികുതി നിഷേധ സമരം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഏതാണ് 1928 നികുതി നിഷേധ സമരം എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ കൂടുതൽ ഓർക്കണ്ട, അത് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് കൂടുതലും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 22 നികുതി നിഷേധ സമരമായ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1922 ഭൂനികുതി നിഷേധ സമരമായ സാറാബന്ദി സമരം പട്ടേലാണ് നേതൃത്വം. ഇപ്പോൾ പറയുന്ന 1928 ഭൂനികുതി നിഷേധ സമരമായ ബർദോളി സത്യാഗ്രഹം, നേതാവ് അതേ പട്ടേൽ തന്നെ. ഈ പട്ടേലിന്റെ ഈ വിജയകരമായ ബർദോളി സത്യാഗ്രഹ വിജയത്തെ തുടർന്നാണ് പട്ടേലിന് സർദാർ എന്ന വിശേഷണം ആര് നൽകിയത്? ഗാന്ധിജി നൽകിയത് എന്നും നിങ്ങൾ ഓർക്കുക. അപ്പോഴും 28 മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നു, നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ
നിങ്ങൾ അപ്പോഴേ എന്തോർക്കുക, അത് ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണെന്ന് ഓർക്കുക, അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി. സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് 28 നെഹ്റു റിപ്പോർട്ടെന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1928 മെയ് 19 പൂനെയിൽ ഒരു അഖിലകക്ഷി സമ്മേളനം വിളിച്ചു. ആരുടെ നേതൃത്വത്തിലാ? പ്രധാനമായിട്ടും മോത്തിലാൽ നെഹ്റുവിന്റെയൊക്കെ നേതൃത്വത്തിൽ. മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടികളുടെ ഒരു സമ്മേളനം വിളിക്കുന്നു പൂനെയിൽ വെച്ച്. കാര്യം അതിനു മുമ്പേ പറഞ്ഞായിരുന്നു, ബ്രിട്ടീഷർ പറഞ്ഞായിരുന്നു, അല്ലേ ഇന്ത്യക്കാരെ, കോൺഗ്രസ്സുകാർ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു ഭരണഘടന രൂപീകരിച്ചിട്ടൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടൊക്കെ വാ. ഇതൊരു വെല്ലുവിളിയായിട്ട് ആര് സ്വീകരിച്ചു? ഈ പറഞ്ഞ മോത്തിലാൽ നെഹ്റു ഉൾപ്പെടുന്ന ഗ്രൂപ്പ് തീരുമാനിച്ചു. അങ്ങനെ സർവ്വസമ്മതമായ ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ രൂപീകരിക്കുന്നു. ഈ ഉപസമിതിയുടെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു 1928 ഓഗസ്റ്റിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ചരിത്രത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് 1928 സമർപ്പിച്ച നെഹ്റു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? 1. ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകണം. ഡൊമിനിയൻ സ്റ്റാറ്റസ്, പുത്രിക രാജ്യ പദവി നൽകണം. 2. കേന്ദ്രത്തിലും പ്രവിശ്യയിലും ഭരണഘടനാ ഉത്തരവാദിത്വം നടപ്പിലാക്കണം. കേന്ദ്രമുണ്ടെന്ന് പ്രവിശ്യയുണ്ട്, ഭരണഘടനാ ഉത്തരവാദിത്വം നടപ്പിലാക്കണം. നാട്ടുരാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫെഡറൽ ഗവൺമെന്റ്, കേന്ദ്രത്തിൽ സ്ഥാപിക്കണം. പിന്നെയോ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ പാടില്ല. ഈ നെഹ്റു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകണമെന്ന ഈ ആവശ്യം മുന്നോട്ട് വെച്ച ഒരു കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 1928 കൽക്കട്ട സമ്മേളനമാണ്. അപ്പൊ 1928 കൽക്കട്ട സമ്മേളനത്തിൽ പുത്രിക രാജ്യ പദവി ആവശ്യം മുന്നോട്ട് വെക്കുന്ന അന്നും അധ്യക്ഷൻ ഇതേ മോത്തിലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെച്ചേക്കുക. എന്തൊക്കെയാലും ശരി, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, സിഖ് ലീഗ് എന്നിവരുടെ എതിർപ്പ് മൂലം നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അപ്പം നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തു. ആരൊക്കെ എതിർത്തവരെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എതിർക്കുന്നു, ഹിന്ദു മഹാസഭ എതിർക്കുന്നു, സിഖ് ലീഗ്, ഇവർ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്, സംഘടനകളാണ്. ഇവർ നെഹ്റു റിപ്പോർട്ടിനെ എതിർക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്ന 14 നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്നു. അപ്പോഴും 14 നിർദ്ദേശങ്ങളെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് 14 നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. ആരാണ് ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് വെച്ചാൽ അത് വുഡ്രോ വിൽസൺ ആണ്. ഇത് മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയാണ് ഈ പറഞ്ഞ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് ഓർക്കുക. എന്തൊക്കെയായാലും ശരി, നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോയ 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, കാക്കോരി ഗൂഢാലോചന കേസ്, ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമായ പഞ്ചാബ് നവജവാൻ ഭാരത സഭ ഉൾപ്പെടുന്ന ഭഗത് സിംഗിന്റെ ജീവചരിത്രം, 1927 സൈമൺ കമ്മീഷനെ നിയമിച്ചത്, 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയതും അനുബന്ധ കാര്യങ്ങളും, അതുപോലെ തന്നെ 28 തന്നെ HSRIയുടെ പ്രവർത്തനം, 29 നടന്ന ബോംബെറിഞ്ഞ സംഭവം, പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ ബോംബെറിഞ്ഞ സംഭവങ്ങൾ, ബർദോളി സത്യാഗ്രഹ, നെഹ്റു റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ, കാതുകളിൽ, ഉള്ളിൽ എത്തി എന്നുള്ള ശുഭപ്രതീക്ഷയിൽ മറ്റൊരു ഭാഗവുമായി എത്തുന്നിടം വരെ ഇതുവരെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്മ നിറഞ്ഞ ദിനങ്ങൾ ജോലിയിലൂടെ തന്നെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.